നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രാർത്ഥിച്ചോളൂ കൃഷ്ണ തുളസി, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കൃഷ്ണ തുളസി എന്ന് വിളിച്ചത് എന്തിനാണെന്നോ? ചുമ്മാ ഒരു രസത്തിന്. നിനക്ക് അറിയില്ല അല്ലേടി ഞാൻ എന്തിനാ കൃഷ്ണ തുളസി എന്ന് വിളിച്ചെന്ന്? നാവരിയുക എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്തെ ശിക്ഷാരീതിയാ. വേദം പഠിക്കാൻ അർഹതയില്ലാത്തവർ അത് ചെയ്താൽ നാവരിഞ്ഞ് കളയുമായിരുന്നത്രേ. അരുന്ധതിയും ആ ശിക്ഷാവിധിയ നടപ്പിലാക്കിയത്. പാട്ടുപാടാൻ യോഗ്യതയില്ലാത്തവളുടെ നാവരിയുക. നിന്റെ ശബ്ദമില്ലാതാക്കിയത് ഞാൻ തന്നെ അടി, ഈ അരുന്ധതി. അതേടി, എന്നെ ചതിച്ച നിന്റെ നാവ് ഇനി ഉയരാൻ പോകുന്നില്ല. നിന്റെ പാട്ട് ജീവിതത്തിന് ഞാൻ പട്ടട ഒരുക്കിയിടി. നിലവിളിച്ച് അച്ഛനെ അമ്മയെ അറിയിക്കാൻ നോക്കാണോ? വിളിക്ക്, നിലവിളിക്ക്, ഞാനൊന്ന് കാണട്ടെ. നീ എന്നെ തോൽപ്പിച്ച് കളയാന്ന് കരുതിയല്ലേടി? നോക്ക്, എന്റെ മകൾക്ക് ഭീഷണിയാവുന്ന ഏതിനെയും ആരെയും ഞാൻ വെട്ടിവീഴ്ത്തും. ഇന്ന് നിന്റെ ശബ്ദമേ ഇല്ലാതാക്കിയിട്ടുള്ളൂ, നാളെ നിന്നെ തന്നെ ഇല്ലാതാക്കും. കൃഷ്ണ തുളസിയുടെ പാട്ട് ആദ്യം കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് നിന്റെ ശബ്ദമല്ലേന്ന്. ഞാനത് നിന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ നീ തന്ത്രത്തിൽ അങ്ങ് ഒഴിഞ്ഞു മാറി. പക്ഷേ എന്റെ നിഴൽ നിന്റെ പിറകെ ഉണ്ടെന്ന് നീ അറിഞ്ഞില്ല. കൊടുക്ക്, സൺഷൈൻ കമ്പനിക്ക് കൃഷ്ണ തുളസിയുടെ പുതിയ ആൽബം കൊടുക്ക്, കാണട്ടെ. ഇത് നീയായിട്ട് ചോദിച്ചു വാങ്ങിയ വിധിയാ. പക്ഷെ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാനൊരവസരം തരാം. ശബ്ദം നഷ്ടപ്പെടുത്തിയതുപോലെ അത് തിരിച്ചു കിട്ടാനും ഒരു വഴിയുണ്ട്, ഒരു മറുമരുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ആ മറുമരുന്ന് കിട്ടും. നിനക്ക് ഞാൻ ആ മരുന്ന് തരാം. നിന്റെ ശബ്ദം തിരിച്ചു കിട്ടും, നിനക്ക് വീണ്ടും പാടാം. പക്ഷേ നീ പാടുന്നത് വിസ്മയക്ക് വേണ്ടിയാവണം. നിനക്ക് വേണ്ടി നീ ഇനി പാടരുത്. കുറച്ചുകൂടി വ്യക്തമായ കരാറുണ്ടാക്കും. ഇതിൽ നീ ഒപ്പിട്ട് തന്നാ മതി. എഴുതി ചേർക്കേണ്ടതൊക്കെ ഞാൻ എഴുതിക്കോളാം. നീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ കരാറ് രജിസ്റ്റർ ചെയ്യും, മറുമരുന്നും തരും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായിട്ട് പോകാം. ജഗനും ഞാനും ചേർന്നുള്ള പുതിയ മ്യൂസിക് കമ്പനിയുടെ കാര്യങ്ങൾ നീ അറിഞ്ഞല്ലോ. അതിലൂടെ ആൽബങ്ങൾ ഇറക്കാം. കൃഷ്ണ തുളസി യഥാർത്ഥത്തിൽ വിസ്മയാണെന്ന് ലോകത്തോട് പറയാം. സ്റ്റേജ് പ്രോഗ്രാമുകൾ കുറച്ചിട്ട് ആൽബങ്ങളുടെ എണ്ണം കൂട്ടാം. സ്റ്റുഡിയോയിൽ നിന്ന് പാടുമ്പോൾ സ്റ്റേജ് പാടുന്ന റിസ്ക് ഇല്ലല്ലോ. എന്തു പറയുന്നു ശ്യാമേ? സാറേ, ആ
മയിൽപ്പീലി ഇറങ്ങിയോളയല്ലേ? എന്റെ കയ്യിൽ നിന്ന് പറന്നു പോയതാ ഈ മയിൽപ്പീലി. കൊണ്ടുപോ നിന്റെ മൈപ്പിയില്ലേ. സാറൊരു ചൂട് സാറാണല്ലോ. നോക്ക്, ഭ്രാന്തിന്റെ വക്കിലെത്തി നിൽക്കാൻ എന്റെ മുമ്പിൽ പോ. കൽപ്പി തന്നെ ആണല്ലോ. ദേ വേണ്ട, നീ എന്നോട് സംസാരിക്കണ്ട. ആ ദേ നോക്ക്, ഞാൻ നിന്നെ ഉപദേശിക്കാൻ. അമ്പലത്തില് ദൈവങ്ങൾക്ക് പൂ കെട്ടിക്കൊടുത്ത് ജീവിക്കുന്നവനല്ലേ നീ. നീ പോയി രക്ഷപ്പെടാൻ നോക്ക്. നിനക്കൊരു ആപത്ത് വന്നാ ഈ ദൈവങ്ങള് നിന്നെയും കൈവിട്ട് കളയും. അതിന് ഞാൻ ദൈവത്തെ പൂജിക്കുന്നത് ഫലത്തിന് വേണ്ടിയിട്ടല്ലല്ലോ സാറേ. ഇങ്ങോട്ടെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് കൈക്കൂലി കൊടുക്കും പോലെ ആവില്ലേ സാറേ? ദൈവം ആരെ ഉപദ്രവിക്കാതെ ഒരിടത്തിരിക്കുന്നു. നമ്മളല്ലേ അങ്ങോട്ട് ചെന്ന് ഓരോ വാക്ക് കൊടുക്കുന്നേ. പരീക്ഷയിൽ ജയിപ്പിച്ച പായസം തരാം, കല്യാണം കഴിപ്പിച്ച തുലാഭാരം, അസുഖം മാറ്റിയ മുഴിക്കാപ്പ്. അപ്പോഴും ദൈവം ഉണ്ടായിരിക്കല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പേരദോഷം ദൈവത്തിന്. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ശ്യാമിയുടെ ശബ്ദം പോയതാ. ഷമീസിക്ക് ഇതുവരെ സംസാരിക്കാൻ പറ്റിയില്ല സാറേ. ഇല്ല കണ്ണാ, ആ അവസ്ഥയില് സാറിന് ദേഷ്യം തോന്നാം. നിനക്കറിയാലോ ശ്യാമയെ, ഈശ്വര ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. എന്നിട്ടാ ഈശ്വരൻ ശബ്ദം ഇല്ലാണ്ടാക്കിയത്. ദേഷ്യം വരില്ലേ കണ്ണാ? എന്റെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാർ ഇപ്പൊ ദൈവത്തിനോട് ചൂടാവുന്നു. ആ ചൂടാവലിനൊരു കാരണമുണ്ട് അല്ലേ? ആ ഉണ്ട്. ഞാൻ എന്താ സാറിന്റെ അടുത്ത് വന്നതിനും കാരണമുണ്ട്. ഈ മയിൽപ്പീലി എടുക്കാനാ ഞാൻ വന്നത് അല്ലേ? ആ അങ്ങനെയാകുമ്പോ ദൈവം കാണിക്കുന്നതിനും എന്തെങ്കിലും കാരണം കാണില്ലേ? സാറ് കുറച്ചു മുമ്പേ ദൈവത്തിനോട് ചൂടായി ദൈവം കരിങ്കല്ലാണെന്ന്. അല്ല, അത് നീ എങ്ങനെ കേട്ടു? നീ പിന്നീടല്ലേ വന്നേ? ഞാൻ ദേ അവിടെ നിൽക്കായിരുന്നു. സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ എല്ലാം കേൾക്കുന്ന ആളാണെന്ന് സാറിനോട് പറഞ്ഞിട്ടില്ലേ? എന്തായാലും നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷേ ശ്യാമയുടെ ശബ്ദം. അതും കിട്ടും സാറേ. ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കും, ശ്യാമേച്ചി പരീക്ഷണ വസ്തുവാണോന്ന്. ഈ അല്ല, ഞാനത് പറയുമ്പോ നീ ഇവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്യാമേച്ചി മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിന്റെ പരീക്ഷണ വസ്തുവാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പണ്ഡിതന്മാരുടെ പ്രഭാഷണം നടക്കും, അവിടെ കേട്ടത് പറഞ്ഞതാ. നീ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമോ കണ്ണാ? കിട്ടും. പക്ഷേ സാർ അഗ്നിപ്രവേശ പൂജ ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.